ഉത്തരേന്ത്യയിൽ നിന്ന് സുവിശേഷകർക്കെതിരെ ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള അക്രമങ്ങളുടെ കഥകൾ നിരന്തരമായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കാഴ്ചക്കാർക്കും കേൾവിക്കാർക്കും അതിലുള്ള കൗതുകം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോഴിതാ ഒഡീഷയിൽ നിന്ന് വീണ്ടും അതിക്രൂരമായ ഒരു പീഡനത്തിൻ്റെ കഥ പുറത്തേക്ക് വന്നിരിക്കുന്നു. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പത്രമാണ് ഈ വാർത്ത ജനങ്ങളുടെ മധ്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഒരു പ്രാർത്ഥനാ യോഗത്തിലേക്ക് തള്ളിക്കയറിയ ഒരു കൂട്ടം അക്രമികൾ അവിടെയുള്ള പാസ്റ്ററെ ചെരുപ്പുമാല ഇടിയിച്ച് തെരുവിലൂടെ നടത്തുകയും അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിക്കുകയും ചാണകം തീറ്റുകയും ചെയ്ത കാര്യമാണ് ഇപ്പോൾ വാർത്തയായിരിക്കുന്നത്. ഒഡീഷയിലെ ഭുവനേശ്വറിൽ നിന്ന് 60 കിലോമീറ്റർ മാറി ധൻകനാൽ ജില്ലയിലെ പാർജാങ് ഗ്രാമത്തിലാണ് ഈ സംഭവം. ജനുവരി 4-നായിരുന്നു ഇതുണ്ടായത്. മൃഗീയമായ ഈ സംഭവം നടന്നത് ഈ 17-ാം തീയതി മാത്രമാണ് പുറം ലോകം അറിയുന്നത് എന്നുകൂടെ ഓർക്കുക. വീട്ടിലൊരു പ്രാർത്ഥനാ യോഗം നടക്കുന്നു. ആ പ്രാർത്ഥനാ യോഗത്തിലേക്ക് മതപരിവർത്തനം ആരോപിച്ച ഒരു കൂട്ടം ഹിന്ദു തീവ്രവാദികൾ, ബജ്രംഗ് ദളിൻ്റെ പ്രവർത്തകർ ഇരച്ചു കയറുന്നു. അവർ പാസ്റ്റർ ബിപിൻ ബിഹാരി നായിക് എന്ന് പറയുന്ന ആ ദൈവദാസനെ ആക്രമിക്കുകയും വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. പാസ്റ്റർ ബിപിൻ ബിഹാരി നായിക് ഭാര്യയ്ക്കും മറ്റേതാനും പേർക്കുമൊപ്പം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ജയ്ശ്രീം വിളകളുമായി എത്തിയ 40ഓളം പേരടങ്ങുന്ന ബജ്രംഗ് ദൾ പ്രവർത്തകർ ഈ അതിക്രമമെല്ലാം നടത്തിയത്. പാസ്റ്ററുടെ ഭാര്യ വന്ദന അതിനെക്കുറിച്ച് കൃത്യമായി വിവരിക്കുന്നുണ്ട്. പ്രാർത്ഥനാ യോഗത്തിനിടെ എത്തിയ അക്രമി സംഘം പാസ്റ്ററോട് വീടിന് പുറത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടു. എന്നാൽ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ പുറത്തേക്ക് വരാമെന്ന് അദ്ദേഹം പറഞ്ഞതോടെയാണ് ഈ അക്രമികൾ വീട് ആക്രമിച്ച് അതിനകത്തേക്ക് കയറി ഈ അക്രമങ്ങളെല്ലാം നടത്തുന്നത്. ഗ്രാമത്തിലെ 7 ക്രൈസ്തവ കുടുംബങ്ങളാണുള്ളത്. ആ ഗ്രാമത്തിലെ ഈ 7 കുടുംബങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ഒന്നിച്ച് പാസ്റ്ററുടെ വീട്ടിൽ പതിവായി പ്രാർത്ഥനയിൽ പങ്കെടുക്കാറുണ്ട്. അവരെല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അക്രമി സംഘം അവിടേക്ക് വന്നതെന്ന് വന്ദന പറയുന്നു. താനും മകളും പുറകിലെ വാതിലിലൂടെ രക്ഷപ്പെട്ട് വീടിന് പുറത്തേക്ക് ഓടുകയായിരുന്നുവെന്ന് വന്ദന വെളിപ്പെടുത്തുന്നു. എന്നിട്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി അഭയം തേടി. പക്ഷേ വന്ദനയുടെ ഈ പരാതിയൊന്നും കേൾക്കുവാൻ പോലീസ് തയ്യാറായില്ല. ദീർഘനേരം കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞാണ് അവർ എത്തുവാനിടയായി തീർന്നത്. ഇതിനകം അക്രമി സംഘം പാസ്റ്ററെ വലിച്ചഴിച്ച് കൊണ്ടുപോവുകയും ഒരു ചെരുപ്പുമാല അണിയിച്ച് മർദ്ദിച്ചുകൊണ്ട് തെരുവിലൂടെ നടത്തുകയും ചെയ്തു. അക്രമി സംഘത്തിൽ ഏതാനും ഗ്രാമവാസികളും ഉണ്ടായിരുന്നു, പുറത്തു നിന്നുള്ളവരും ഉണ്ടായിരുന്നു. അക്രമികളിൽ നിന്ന് തങ്ങളെ രക്ഷിക്കണമെന്ന് പോലീസിനോട് കേണ് വീണ് അപേക്ഷിച്ചിട്ടും 2 മണിക്കൂറിന് ശേഷമാണ് അവർ ആ വീട്ടിലേക്ക് എത്തുവാൻ തയ്യാറായതെന്ന് ഈ വന്ദന വെളിപ്പെടുത്തുന്നുണ്ട്. പോലീസിനെയും കൂട്ടി ഇവർ വരുമ്പോൾ ഈ വീട്ടിലുണ്ടായിരുന്നില്ല. അവർ പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് അവിടെ സമീപത്തുള്ള ഹനുമാൻ ക്ഷേത്രത്തിൽ ഭർത്താവിനെ കെട്ടിയിട്ടിരിക്കുന്നതായി അറിയുന്നത്. അവരവിടേക്ക് ചെല്ലുമ്പോൾ കണ്ടത് ദേഹം മുഴുവൻ രക്തം വാർന്നൊലിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൈകൾ പുറകോട്ട് കെട്ടി ബന്ധിച്ചിരിക്കുന്നു. അതൊരു കമ്പി കൊണ്ടാണ് ബന്ധിച്ചിരിക്കുന്നത്. ആ നിലയിലാണ് അദ്ദേഹത്തെ കണ്ടെത്തിയത്. മാത്രവുമല്ല, അദ്ദേഹത്തെ നിർബന്ധിച്ച് അവർ ചാണകം തീറ്റിക്കുകയും ചെയ്തു. ക്രൂരമായ നിലയിൽ കൂടി നിന്ന് ജയ്ശ്രീം വിളികളോടുകൂടെ ക്രൂരമായി മർദ്ദിക്കുകയും ചാണകം തീറ്റിക്കുകയും ചെയ്യുന്നതൊക്കെ എത്ര കിരാതമായ കാര്യമാണ്. ദൈവത്തിൻ്റെ പേരിൽ ദൈവത്തെ വിളിച്ചുകൊണ്ട് ജയ് ശ്രീറാം എന്ന് വിളിച്ചുകൊണ്ട് ഈ അക്രമികൾ കാണിക്കുന്ന ഈ പേക്കൂത്ത് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ യശസ്സിനെ തകർക്കുന്നതാണ്. ഇത് നിരന്തരമായി ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പോലീസ് പിന്നീട് ഈ പാസ്റ്ററെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ അതിനും 1 മണിക്കൂറിന് ശേഷമാണ് ഈ പാസ്റ്റർക്ക് ചികിത്സ ലഭ്യമാക്കിയതെന്നും ഭാര്യ വന്ദന വെളിപ്പെടുത്തുന്നുണ്ട്. സംഭവത്തിൽ FIR രജിസ്റ്റർ ചെയ്യാൻ ആദ്യം പോലീസും മടിച്ചു. പിന്നീട് വലിയ സമ്മർദ്ദത്തെ തുടർന്ന് FIR രജിസ്റ്റർ ചെയ്തു. അപ്പോഴും പോലീസ് ചെയ്തത് എന്താണെന്നറിയാമോ? ഈ പാസ്റ്റർക്കെതിരെ കൂടെ FIR രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ്, കേസെടുത്തു എന്നുള്ളതാണ് ഏറ്റവും ലജ്ജാകരമായിട്ടുള്ള കാര്യം. ഗ്രാമത്തിൽ ആകെ 7 ക്രിസ്ത്യൻ കുടുംബങ്ങൾ മാത്രമാണുള്ളത്. ആ വീടുകളെല്ലാം കത്തിക്കുമെന്ന് ബജ്രംഗ് ദൾ പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. അതിനെ തുടർന്ന് ഈ ഗ്രാമവാസികളായിട്ടുള്ള ഈ 7 കുടുംബങ്ങളും സമീപ ഗ്രാമങ്ങളിലെ തങ്ങളുടെ ബന്ധു വീടുകളിലേക്ക് അഭയം തേടിയിരിക്കുകയാണ്. ഇതാണ് ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തു കൊണ്ടുവന്ന വാർത്ത. വളരെ നിരാശാജനകമാണ്. നമ്മുടെ രാജ്യത്ത് നിന്ന് അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇതുപോലെയുള്ള ക്രൈസ്തവ പീഡനത്തിൻ്റെ വാർത്തകൾ. നമ്മളിത് കേട്ട് തഴമ്പിച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എങ്കിലും ഓർക്കുക, ഭാരതത്തിൻ്റെ യശസ്സിന് കളങ്കം വരുത്തുന്ന, അതുപോലെ തന്നെ
ഈ രാജ്യത്തെ ഗവൺമെൻറ്റും നിയമങ്ങളും സംരക്ഷിക്കേണ്ട ജനവിഭാഗങ്ങളെ അതിക്രൂരമായി ഒരു കൂട്ടം ആളുകൾ മൃഗീയമായി മർദ്ദിക്കുന്നു, ഏറ്റവും നിന്ദാകരമായ നിലയിൽ ട്രീറ്റ് ചെയ്യുന്നു. ഇതിനെതിരെ പ്രതികരിക്കുവാൻ പോലീസോ കോടതിയോ സംവിധാനങ്ങളോ തയ്യാറാകുന്നില്ല എന്നുള്ളത് ഈ രാജ്യം എത്ര അരക്ഷിതമായ അവസ്ഥയിലൂടെയാണ് പോകുന്നതെന്നുള്ളതിൻ്റെ തെളിവായി മാറുകയാണ്. നിരന്തരമായ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ഒരു കാര്യം ഓർക്കുക, സുവിശേഷം ഈ രാജ്യത്ത് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ഇല്ലാതെയാക്കുവാൻ സാധിക്കത്തില്ല. ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കി നശിപ്പിക്കുവാൻ സാധിക്കത്തില്ല. ഇത് ഇവിടെ ക്രൈസ്തവ വിശ്വാസത്തിന് കൂടുതൽ ആളുകൾ അതിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. എത്രത്തോളം എതിർപ്പുകൾ വർദ്ധിക്കുന്നു അതിനനുസരിച്ച് ആളുകൾ ഈ വിശ്വാസം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു വിരോധാഭാസമായിട്ടെങ്കിലും ഈ അക്രമികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എനിവേ, നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവരുടെ ഹൃദയ രൂപാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, ദൈവം അവരോട് കരുണ കാണിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? ഹല്ലേലൂയ മാട്രിമോണിയൽ നിങ്ങളെ സഹായിക്കുന്നു. വിശ്വാസികൾക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ ഏറ്റവും ഫലപ്രദവും സുരക്ഷിതവുമായ മാർഗമാണിത്. 2 മാർഗങ്ങളിലൂടെയാണ് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ 10,000-കണക്കിന് ആളുകളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. ഒന്ന്, ഹല്ലേലൂയ ഓൺലൈൻ. നിരന്തരം ക്രിസ്തീയ വാർത്തകൾ 100-കണക്കിന് വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി 10,000-കണക്കിന് വായനക്കാരിലേക്ക് എത്തുന്നു. ആ വാർത്തകളോടൊപ്പം നിങ്ങളുടെ മാട്രിമോണിയലും ഉൾപ്പെടുത്തുന്നു. 2, കഴിഞ്ഞ 30 വർഷമായി പ്രസിദ്ധീകരിക്കുന്ന ഹല്ലേലൂയയുടെ പ്രിൻ്റ് എഡിഷൻ ഉണ്ട്. ആ പ്രിൻ്റ് എഡിഷനിലും ഈ മാട്രിമോണിയൽ അതുപോലെ തന്നെ ഉൾപ്പെടുത്തുന്നു. ഈ 2 മാർഗങ്ങളിലൂടെ 10,000-കണക്കിന് വായനക്കാരിലേക്ക് വളരെ പെട്ടെന്ന് നിങ്ങളുടെ മാട്രിമോണിയൽ എത്തുമ്പോൾ ആലോചനകൾ നിങ്ങളെ തേടി വരും. അതിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായത് പ്രാർത്ഥനാപൂർവം നിങ്ങൾ തിരഞ്ഞെടുത്താൽ മാത്രം മതിയാകും. അതുകൊണ്ട് വൈകണ്ട. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാണെങ്കിലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഈ സ്ക്രീനിലുള്ള ഫോൺ നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ ബയോഡേറ്റയും ഫോട്ടോയും അയയ്ക്കുക. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. എത്രയും വേഗം നിങ്ങളുടെ മക്കളുടെ വിവാഹം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.